ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള ഉപദേശ സത്യത്തിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മെ രക്ഷിച്ച ദൈവവചനത്തിന്റെ സ്വഭാവ നിമിത്തം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ആത്മരക്ഷ ഭദ്രമാണ് എന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ വേദോസം പറയുന്നു, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ആത്മരക്ഷയിലേക്ക് നടത്തിയത്. വചനം എന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ലോഗോസ് എന്ന് പറയുന്ന ദൈവവചനം, അതായത് കർത്താവായ യേശുക്രിസ്തു. 2, വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനം, നമ്മെ ദൈവത്തെക്കുറിച്ചുള്ള, നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള എല്ലാ ആത്മീക സത്യങ്ങളും നമ്മെ അറിയിച്ച ദൈവത്തിന്റെ വചനം. ആ ദൈവവചനത്തിന്റെ സ്വഭാവത്തോട് ബന്ധത്തില് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഒരു പാപി വീണ്ടും ജനിച്ചത് ദൈവവചനത്താലാണെന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളിൽ, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ആരും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷപ്രാപിക്കും? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാണ് ഒരു പാപിയെ രക്ഷയിലേക്ക് നടത്തുന്നത് എന്ന് വളരെ പേർ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഞാൻ ഒരിക്കൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്, വെറും കഥയല്ല, സംഭവമാണ്. ആ സംഭവം ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം ഒരു മരംവെട്ട് തൊഴിലാളിയായിരുന്നു. വെള്ളക്കാരുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പോ ആ മരംവെട്ട് തൊഴിലാളിയായ ഈ മനുഷ്യൻ ബാല്യം മുതൽ താൻ പഠിച്ചതും കേട്ടതും ആയിട്ടുള്ള പഠിച്ച സ്കൂളുകളിൽ താൻ കേട്ടതും പലപ്പോഴും തന്നെ പഠിപ്പിച്ചതുമായിട്ടുള്ള ദൈവവചനവും വീണ്ടും ജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധനവും പല പ്രാവശ്യം അദ്ദേഹം അവഗണിച്ചു കളഞ്ഞു. അദ്ദേഹം വളരെ ഈ കാര്യത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും ശ്രദ്ധിക്കാതെ, തന്റെ ആത്മരക്ഷയെക്കുറിച്ച് യാതൊരു അവബോധവും ഇല്ലാതെ ഏറിയ നാളുകൾ അദ്ദേഹത്തിന്റെ തൊഴിലധിഷ്ഠിതമായ ജോലി ചെയ്ത് താനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തനിക്കൊരു ക്ഷീണം വന്നു. ആ ക്ഷീണം വന്നപ്പോൾ താൻ മരം വെട്ടുന്ന തന്റെ കോടാലിയുമായി ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ അതിന്റെ തണലിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൗമാരപ്രായത്തിൽ സൺഡേ സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കേട്ടതും അദ്ദേഹം വായിച്ചതുമായിട്ടുള്ള ഒരു വചനഭാഗം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. ഒരു അശരീരി ശബ്ദം പോലെ അദ്ദേഹത്തോട് ആ വചനം വിളിച്ചു പറയുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ആ മനുഷ്യൻ തന്റെ ജീവചരിത്രത്തിൽ എഴുതിയത് എങ്ങനെയാണ്? താൻ വെട്ടിക്കൊണ്ടുവന്ന ആ മരത്തിന്റെ ചുവട്ടിൽ ക്ഷീണിതനായി അതിന്റെ ഷേഡിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നാണ്. പ്രവാചകൻ പറയുമ്പോൾ യഹോവയുടെ വായല്ലോ അല്ല ചെയ്തത്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോയ ദൈവവചനം അതിന്റെ ഉദ്ദേശം സാധിക്കാതെ അതൊരിക്കലും മടങ്ങി വരികയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം ഏതെങ്കിലും ഒരു സമയത്ത് ഒരിക്കലെങ്കിലും കേട്ടാൽ നിശ്ചയമായും പരിശുദ്ധാത്മാവായ ദൈവം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തലത്തില് ഒരു വ്യക്തിയോട് വചനം കൊണ്ട് ഏർപ്പെടുകയും വചനം അവനെ വീണ്ടും ജന അനുഭവത്തിലേക്ക് നടത്തുകയും ചെയ്യും എന്ന് വായിക്കുന്നു. യാക്കോബ് തന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന്, ശ്രദ്ധിക്കുക, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന്
തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു പാപി രക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. പത്രോസ് അത് പറഞ്ഞിട്ടുണ്ട്. ചിലർ ചിന്തിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് അവൻ മനുഷ്യനോട് കരുണ കാണിക്കത്രേ ചെയ്യുന്നത്. അപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്നാൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നോ ചോദിച്ചാൽ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആ എല്ലാവരും രക്ഷിക്കപ്പെടാതിരിക്കുന്നതിന്റെ കാരണം രക്ഷിക്കപ്പെടാതിരിക്കുന്നവർ തന്നെയാണ്. കാരണം അവർ ദൈവത്തിന്റെ രക്ഷാമാർഗത്തെ അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് യാക്കോബ് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി ദൈവ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് ദൈവത്തിന്റെ വചനമാണെന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ രാത്രിയിൽ കണ്ട് അവനുമായി സംഭാഷിക്കാൻ വന്ന പരീശന്മാരുടെ കൂട്ടത്തിലെ പ്രമാണിയായിരുന്ന നിക്കോദിമോസ്, ആ നിക്കോദിമോസിനോട് യേശു സംസാരിക്കുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയുണ്ടായി. അവിടെ വെള്ളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ചിത്രമാണ്. എഫേസ് ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അവളെ വചനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും അവൻ അവളെ വചനമെന്ന നീർക്കഴുകലിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും തനിക്കായി തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അവിടെ അവൾ എന്ന് പറയുന്ന സഭയെക്കുറിച്ചാണ്. താൻ ആരെ രക്ഷിക്കുവാൻ വീണ്ടും ജനിപ്പിക്കുവാൻ ഇച്ഛിച്ചുവോ അവരെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി, അതാണ് വചനമാകുന്ന നീർക്കടൽ. ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ സുറിയാനിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പുരാതന പരിഭാഷയിൽ അവനവളെ വചനമെന്ന നീർക്കഴുകലിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണമെന്നാണ്. ദൈവവചനമാകുന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് പാപത്തിന്റെ അശുദ്ധി നീക്കി നമ്മെ ചെയ്യുന്നു, വിശുദ്ധീകരിക്കുന്നു. അപ്പൊ ദൈവ വചനമാണ് ഒരു പാപിയെ ആത്മരക്ഷയിലേക്ക് വീണ്ടും ജനിപ്പിച്ചത്. അത് കഴിഞ്ഞ് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ ഒരു പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത് ദൈവവചനമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതുമായ, കെടുന്ന ബീജത്തല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, നമ്മുടെ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനമാണ് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേക സ്വഭാവം ഇവിടെ പറയുകയാണ്. എന്താണ് ഈ പ്രത്യേക സ്വഭാവം? വചനം അഴിഞ്ഞു പോകാത്തതാണ്. ലോകത്തുള്ളതെല്ലാം അഴിഞ്ഞു പോകാനുള്ളതാണ്. പാട്ടുകാരൻ പാടുമ്പോൾ വെന്തഴിയും ഈ ഭൂമിയിൽ നിറഞ്ഞ കാന്തനെ കാണുവാൻ കാത്തിരുന്നു എന്നാണ് പാടിയിട്ടുള്ളത്. ഈ കാണപ്പെടുന്ന എല്ലാം വെന്തഴിയുവാനുള്ളതാണ്. പത്രോസ് തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭൂമിയെ അവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പുരാതന ഭൂമിയെ അവൻ വെള്ളം കൊണ്ട് നശിപ്പിച്ചു, ഇപ്പോഴത്തെ ഭൂമിയെയോ അവൻ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്നും ഈ ഭൂമി വെന്തഴിഞ്ഞു പോകുമെന്നും അതിലെ സകല നിർമ്മാണങ്ങളും സകല വസ്തുക്കളും അത് നാസ്തിത്വത്തിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങിപ്പോകുമെന്നും ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം വിളിച്ചു വരുത്തിയ ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഇതിലെ സമസ്തവും ഒന്നുമില്ലായ്മയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു നാളുണ്ട്. അതാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് യേശു തന്റെ ശിഷ്യന്മാരോടും പരീക്ഷന്മാരോടും പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് അതിൽ തന്നെ ജീവനുള്ളതാണ്, ജീവനാണ്. ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ്. അതാണ് സത്യവചനത്താൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരു ജീവൻ നിന്ന് മാത്രമേ ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. നിർജീവ വസ്തുക്കളിൽ നിന്ന് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല.
നമുക്ക് ചുറ്റുപാടുമായി നോക്കുമ്പോൾ മരം, കല്ല് ഇങ്ങനെയുള്ള ഉണങ്ങിയ വസ്തുക്കളൊക്കെ ധാരാളമുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കല്ല് എങ്ങനെ ഉണ്ടായിരുന്നു, ആ കല്ല് അങ്ങനെ തന്നെ ഇപ്പോഴും കല്ലായി അവശേഷിക്കുന്നു. അത് നിർജീവമാണ്, അതിന് ചലനാത്മകതയില്ല, അതിന് ജീവനില്ല. അതിനെ ലൈഫ്ലെസ് വസ്തുക്കൾ എന്നാണ് പറയുന്നത്, ജീവനില്ലാത്ത വസ്തുക്കൾ. എന്നാൽ ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ്. നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പാട്ടുകാരൻ പാടിയപ്പോൾ നായൽ സാഹിബ് ഇങ്ങനെ പാടി, ദൈവവചനം ജീവനും ശക്തിയും ആകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാണ്. ആ ജീവനാണ് പാപിയെ വീണ്ടും ജനിപ്പിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, അത് നിലനിൽക്കുന്നതാണ്. ഇവിടെ എന്താ പത്രോസ് പറയുന്നത്? കെടുന്ന ബീജത്താലല്ല. മനുഷ്യജന്മമെല്ലാം ജഡപ്രകാരമുള്ളതാണ്, അത് കെടുന്ന ബീജത്താലുള്ളതാണ്. കെടുന്ന ബീജത്തല്ല, കെടാത്തതും ജീവനുള്ളതുമായി അഴിഞ്ഞു പോകാത്ത ദൈവത്തിന്റെ വചനം കൊണ്ട് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവവചനം അഴിഞ്ഞു പോകാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമാണ്. യാതൊരു നിലയിലും അഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ദൈവവും അഴിഞ്ഞു പോകുകയില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നാശോന്മുഖമായി അത് നശിച്ചു പോയാലും, അത് ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങിയാലും ദൈവത്തിന്റെ വചനം അത് എന്നേക്കും സ്ഥിതി ചെയ്യുന്നു. അതഴിയുകയില്ല, അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. നമ്മെ ജനിപ്പിച്ച ദൈവം തന്നെ ജീവനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 6:63 നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറയുകയാണ്, നമ്മെ ജനിപ്പിച്ച ദൈവവചനം അതിൽ തന്നെ ജീവനാണ്. ഇങ്ങനെ നാം വായിക്കുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. കർത്താവ് പറയാണ്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? മാംസമോ അല്ലോ ജഡമോ ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ദൈവത്തിന്റെ വചനം അതിൽ തന്നെ ജീവനാകുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മെ ജനിപ്പിക്കുകയും നമ്മുടെ ജീവനായിരിക്കുകയും ചെയ്യുന്ന വചനത്തിന്റെ സ്വഭാവം അത് അഴിഞ്ഞു പോകാത്തതാണ്, അത് കെട്ടുപോകാത്തതാണ്, അത് നിത്യമാണ്, നിലനിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ദൈവവചനത്തിന്റെ സ്വഭാവം, ആ വചനം കൊണ്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കാൻ നമുക്ക് ദൈവവചനത്താൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ജീവനും അഴിഞ്ഞു പോകാത്തതും കെട്ടുപോകാത്തതും നിലനിൽക്കുന്നതും നിത്യമായതുമാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അത് അഴിയാതെ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങനെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഴിയാത്ത വചനത്താൽ ലഭിച്ച രക്ഷയും എന്നേക്കും നിലനിൽക്കുന്നു. എത്രയോ പ്രാവശ്യം എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചിലർ പറയാറുണ്ട്, നമ്മുടെ രക്ഷയെ നമുക്ക് നഷ്ടപ്പെടുത്താൻ ദൈവം നഷ്ടപ്പെടുത്തുകയില്ല, നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല, അത് നിത്യമാണ്. എന്നാൽ ഒരുവൻ എന്ത് ചെയ്യുക? പാപം ചെയ്ത് പിന്മാറിപ്പോയാൽ അവന് തന്നെത്താൻ അവന്റെ രക്ഷയെ നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന്. നമ്മൾ വസിക്കുന്ന വചനം അഴിവില്ലാത്തതും നിത്യവും നിത്യജീവനുള്ളതുമായിരിക്കുകയും ആ വചനം മുഖാന്തരമായി നമുക്ക് ലഭിച്ച ജീവൻ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവുകയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതായിരിക്കാൻ സാധിക്കുകയില്ല. ഒന്ന് നിത്യമായി നിലകൊള്ളുകയും അത് മുഖാന്തരമായി ലഭിച്ചത് താൽക്കാലികമായി വേർപെടുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ഉപദേശ രീതിയെ ദൈവവചനത്താൽ നമുക്ക് അംഗീകരിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു, നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ നിത്യ ജീവൻ അത് ദൈവവചനത്തിന്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ദൈവവചനത്തിന് ഏതെങ്കിലും മാറ്റമുണ്ടാകുമെങ്കിൽ നമ്മുടെ നിത്യജീവനും മാറ്റമുണ്ടാകും. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ യിരെമ്യാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൂര്യന്റെയും ചന്ദ്രന്റെയും വ്യവസ്ഥയെ നിയമിച്ച യഹോവ തന്നെ അല്ല ചെയ്യുന്നത്. സൂര്യന്റെയും ചന്ദ്രന്റെയും വ്യവസ്ഥ നീക്കപ്പെട്ടു പോകുമെങ്കിൽ എന്റെ ജനമായ ഇസ്രായേലും എന്റെ മുമ്പിൽ നിന്ന് നീക്കപ്പെട്ടു പോകും. അപ്പോൾ ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേക വാഗ്ദത്തങ്ങളിൽ ഒന്ന് പറയുകയാണ്, ആകാശത്തിന്റെ വ്യവസ്ഥയാക്കിയ സൂര്യൻ, ചന്ദ്രൻ, ഇവയ്ക്ക് ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ ഇല്ലാതായാൽ മാത്രമേ താൻ തിരഞ്ഞെടുത്ത, താൻ രക്ഷിച്ച, തന്റെ പെസഹയുടെ കുഞ്ഞാന്റെ രക്തത്താൽ വീണ്ടെടുത്ത കർത്താവിന്റെ വിശുദ്ധ വംശവും ജനവുമായിരുന്ന ഇസ്രായേലിന് ഇല്ലായ്മ വരികയുള്ളൂ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കില്ലെന്ന അതിന്റെ അർത്ഥം. സൂര്യനും ചന്ദ്രനും നിലനിൽക്കുന്ന കാലം അത്രയും ഇസ്രായേൽ ജനവും ദൈവത്തിന്റെ ജനം നിലയിൽ ഉണ്ടായിരിക്കും. അവരെ എല്ലാം ചെയ്യുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കത്തില്ല എന്നാണ് ഈ പറയുന്നതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മാറ്റമില്ലാത്തതായി, അഴിയാത്തതായി, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനം എന്നേക്ക് നിലനിൽക്കുകയും വചന മുഖാന്തരമായി ലഭിച്ച രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. വചനം ആണല്ലോ ജീവൻ എന്ന് പറയുന്നത്. ആകയാൽ നമ്മുടെ രക്ഷ ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ ഭദ്രമാണ്. അപ്പൊ ദൈവം ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കുന്നതായി പറയുന്ന 3 കാര്യങ്ങൾ ബൈബിളുണ്ട്. ഒന്ന്, ദൈവം എന്നേക്കും വസിക്കുന്നവനാണ്, നിലനിൽക്കുന്നവനാണ്. അവന് ജീവാരംഭമില്ല, ജീവാവസാനമില്ല. അവന് ആദ്യ അന്തവിഹീനാണ്. അപ്പൊ ദൈവം എന്നേക്കും വസിക്കുന്നവനാണ്. 2, ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റമില്ല. ദൈവത്തിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. 3, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരും എന്നേക്കും ജീവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലാത്ത വചനത്തിന്റെ സ്വഭാവത്തിൽ നമ്മുടെ വീടിന് ജന്മം അധിഷ്ഠിതമായിരിക്കാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുക, അതിനെ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിക്കുമ്പോൾ നമുക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും. പുനർജനന കഴുകലിനാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തീത്തോസ് 3:6 പൗലോസ് പറയുന്നു. പുനർജനന കഴുകലിനാൽ. അവിടെ സ്നാനം എന്ന് തർജ്ജമ ചെയ്യുന്ന പദം മുഴുകൽ എന്നതല്ല, കഴുകൽ എന്നർത്ഥത്തിലാണ്. അതായത് കഴുകലിനാൽ ശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ കഴുകലിനാൽ, വചനം കൊണ്ടുള്ള കഴുകലിനാൽ നമുക്ക് ശുദ്ധീകരണം ലഭിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:11 പുനർജനനം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്ക് പുതിയ നിയമത്തിൽ 2 ഭാഗത്ത് മാത്രം ഉപയോഗിച്ചുള്ള പദപ്രയോഗമാണ്. ഇവിടെയും മത്തായി 19:28 ആ ഭാഗത്തെല്ലാം അതിന്റെ അർത്ഥം പുനരുത്ഥാനമാണെന്ന് വളരെ സംശയരഹിതമായി ഗ്രഹിക്കാം. അതിനാൽ ഇവിടുത്തെ അർത്ഥം അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പുനരുത്ഥാന കഴുകൽ അഥവാ പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണം, പാപിയെ ദൈവം കഴിയത് പുനരുത്ഥാന കഴുകലാണ്. അതായത് പുനരുത്ഥാനത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണം അത് തന്റെ വചനം കൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ സന്തോഷിക്കുവാനും പ്രത്യാശിക്കാനും വകയുണ്ട്. അവന്റെ ആത്മരക്ഷ യാതൊരു കാരണവശാലും നഷ്ടമാകുകയില്ല. കാരണം അത് നിത്യമായ വചനം കൊണ്ട് അവന് ലഭിച്ച നിത്യമായ രക്ഷയാണ്. ഈ പരിജ്ഞാനം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഏറിയ പ്രകാശം ദൈവത്തിലൂടെ നമുക്ക് ആവശ്യമാണ്. ദൈവം അത് മാന്യ കേൾവിക്കാർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.